ഹായ് ഹലോ. അപ്പം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഷോപ്പിൽ നിന്ന് എത്തിയുള്ളൂ കേട്ടോ. എത്തിയതും ഒരു കോഴി മേടിച്ചായിരുന്നു. എന്നാൽ പിന്നെ കോഴിക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചായയിൽ തുടങ്ങാൻ നോക്കും. ചായ വെച്ചത് കുറച്ചിരിക്കുമായിരുന്നു. ചായ ഇവിടെ കുളിക്കാനുണ്ടാവും. മക്കളെല്ലാവരും പുറത്തിറങ്ങി കളിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ അവർ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം. ചിക്കൻ കറിയും വെക്കണം, വറുക്കും വേണം കേട്ടോ. ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ സഹായമൊക്കെ വലിയ മകൻ ചെയ്ത് അപ്പോൾ കോഴി മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൻ സവാളയൊക്കെ കളിക്കണം കേട്ടോ. സവാള കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് വറുക്കാനായിട്ടുള്ള ചിക്കനാണ്. എല്ലില്ലാത്ത ഭാഗം മാത്രമായിട്ട് വറുക്കാനെടുക്കണം. കത്തിരിക്ക വെച്ചാണ് കേട്ടോ ഞാൻ മുറിക്കുക. എനിക്കതാണ് എളുപ്പം. അപ്പോൾ അത് മുറിച്ചായിട്ട് ഇത് കറിക്കുള്ളതാണ്. അതെല്ലാം കഴുകി ഭാഗം മാറ്റിയിട്ട് ഇനി സവാള കറി വെക്കാനുള്ള സവാള ഉലുവയും കഴിഞ്ഞിരുന്നത് ഇടുക. അത് പൊട്ടിക്കഴിയുമ്പോൾ പച്ചമുളക് ഇടുക, സവാള ഇടുക, ലേശം ഉപ്പൂടെ ഇട്ടിട്ട് നല്ല വഴറ്റില്ല. എന്നിട്ട് അതിലോട്ട് കറിവേപ്പില, മല്ലിയില അതുകൂടെ ചേർക്കും. തക്കാളി ഇടണം. ഇഞ്ചി ഗാർലിക് പേസ്റ്റോട് ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല അതെല്ലാം ചേർക്കണം. മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ, ഇട്ടു. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നല്ല വഴണ്ടി വരുമ്പോൾ അതിലോട്ട് ചിക്കൻ ഇടുക. വെള്ളമില്ലാതെ ഈ ആവിയിൽ തന്നെ വെന്താലും ചിക്കൻ റോസ്റ്റായിട്ട് നല്ല ഇതിൽ വരും. ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ഗ്രേവി വേണം. അങ്ങനെ കുക്കറിൽ കയറ്റിയിട്ടാണ് വറുക്കാനുള്ളത് നോക്കാം. വറുക്കാനുള്ളതിൽ 2 സ്പൂണ് കോളിഫ്ലവർ പൊടി, മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി ഇട്ടാണ്. ഒരു കോഴിമുട്ട അതോടെ ഉടച്ച് ചേർത്ത് ലേശം ഉപ്പിട്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. രാത്രിക്കേക്കുള്ള ഫുഡാണ് കേട്ടോ. അതിപ്പോൾ ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടാണ് അത് ആക്കി വയ്ക്കുമ്പോൾ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് വറുക്കാൻ പറ്റും. അപ്പോൾ അത് ഓക്കെ. പിന്നെ ഇപ്പം മാറ്റി വെക്കാം കേട്ടോ കുറച്ച് നേരം മുളകൊക്കെ പിടിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറിയും ഏകദേശം റെഡിയായി. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ.